ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളമുള്ള രണ്ട് ആഘോഷങ്ങളുടെ സവിശേഷതകൾ, പ്രത്യേകതകൾ, അത് ഏറ്റവും അധികം പ്രയോജനകരമാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളെല്ലാവരും അതിൻ്റെ അനുഭവസ്ഥരാണ്. ഒന്ന്, അത് ആരാധനകളാണ്. നമ്മുടെ ആരാധനകൾ, ഗ്രഹണ നമസ്കാരം പോലെ, ജുമാ നമസ്കാരം പോലെ രണ്ട് നമസ്കാരത്തിൻ്റെ ദിനങ്ങളാണ്. നമ്മൾ സ്വലാത്തുൽ ഈദൈൻ, പെരുന്നാൾ നമസ്കാരം, ആരാധന നിർവഹിക്കുവാനുള്ള 2 ദിവസങ്ങളാണ്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മറക്കുന്ന ദിനങ്ങളല്ല. ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തിനും ലൈസൻസ് കൊടുക്കുന്നൊരു ദിനമാണ്. എന്തും ചെയ്യാം, ഇന്നത്തെ ഒരു ദിവസമല്ലേ, എന്തും ആവാം എന്നാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യം രുചിച്ചു നോക്കാത്തവൻ മദ്യം ആദ്യമായി അനുഭവിക്കുന്ന ദിനം ആഘോഷ ദിനങ്ങളാണ്. എന്നാൽ അള്ളാഹുവിനെ കൂടുതലായി പ്രകീർത്തിക്കുക ആ ദിവസം മുഴുവനും. വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നമുക്ക് അള്ളാഹു നൽകിയ ഈ സന്മാർഗത്തെ ഓർത്ത് ഒരു നേർവഴിയിൽ എത്തിയല്ലോ എന്ന് ചിന്തിച്ചതിൻ്റെ നന്ദിയായിക്കൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് 2 പെരുന്നാൾ നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എത്ര മാനുഷികമാണത്, ജീവകാരുണ്യപരമാണത്. ഒരുപക്ഷെ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അരിയാണ്. ഈദുൽ ഫിത്തറിൻ്റെ ദിനത്തിൽ നമ്മളത് കൊടുക്കുന്നു. എന്തിനാണത്? ആ നോമ്പിൻ്റെ ശുദ്ധീകരണത്തിനും അതേപോലെ തന്നെ വതുഅമത്തുൽ മസാക്കീൻ, പാവപ്പെട്ടവൻ പട്ടിണി കിടക്കാത്തൊരു ദിനം. എവിടെ ഒരു മുസ്ലിം ഉണ്ടോ അവന് പട്ടിണിയില്ല, ഭക്ഷണമുള്ള ഒരു ദിനം. അതൊരു ദിവസം കൊണ്ട് സാധ്യമാകാണ്. ചെറിയ കാര്യമല്ലല്ലോ അത്. ബലിപെരുന്നാളിനാണെങ്കിൽ ബലിയാണതിൻ്റെ പ്രത്യേകത. മാംസം ഏറ്റവും ശ്രേഷ്ഠമായ, ഒരു പക്ഷേ പണം കൊടുത്ത് മാംസം വാങ്ങുന്നവർ പോലും നല്ലൊരു മാംസം കഴിക്കുന്ന അന്നാണ്. ആ മാംസം നമ്മൾ അറുക്കുകയാണെങ്കിലും വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, പാവപ്പെട്ടവൻ ഒരു വിഹിതം കൊടുത്താലേ ആ ബലി പൂർണ്ണമാവുള്ളൂ. പാവപ്പെട്ടവന് മാംസം ഭക്ഷിക്കണമാണ്, എന്നാലേ ആ ബലി പൂർണ്ണമാവുള്ളൂ. 2 പെരുന്നാളുകളും എത്രമാത്രം പ്രയോജനകരമാണ്. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശപ്പിൻ്റെ പരിഹാരം ആ 2 ദിവസങ്ങളിൽ സംഭവിക്കുന്നു എന്നുള്ളത് എത്ര ഗുണകരമായ ഒന്നാണ്.